എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞങ്ങളോട് എന്തിനാ വിനോദം നന്ദി പറയുന്നത്? നമ്മൾ ചെയ്തത് നമ്മുടെ ജോലിയല്ലേ. പ്രദീപിനെ പോലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെ ഈ യൂണിഫോം അണിഞ്ഞിരിക്കുന്നത്. അത് ജേഡി പറയുന്നത് ശരിയാ. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നിട്ട് പോലും എന്റെ പെങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ലല്ലോ. വിഷമിക്കാതെ, വിനോദിന്റെ സ്ഥാനത്ത് നിന്നല്ലേ ഞങ്ങളിതൊക്കെ ചെയ്തത്. അതെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ്. വിനീതയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്നത് ശരിക്കും സങ്കടം തന്നെയാ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വേണ്ടത് അവരെ സംരക്ഷിക്കാൻ ഒരു ഭർത്താവിനെയല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലിയാണ്. അതിനുതകുന്ന വിദ്യാഭ്യാസമാണ്. ആ ബോധം രക്ഷിതാക്കൾക്കുണ്ടാകുന്ന കാലത്തെ നമ്മുടെ നാട്ടിൽ ഇനി വിനീതമാരുണ്ടാവാതിരിക്കും. അതെ ജെഡി, പെൺകുട്ടികളെ വിവാഹം കഴിക്കാനുള്ള മാനദണ്ഡം പയ്യന്റെ സാമ്പത്തിക സ്ഥിതിയും കുടുംബമഹിമയോ അല്ല, അവനൊരു മനസാക്ഷിയുള്ള മനുഷ്യനാണോ എന്ന തിരിച്ചറിവാണ്. പ്രദീപിന്റെയും കുടുംബത്തിന്റെയും കാര്യത്തില് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധവും അതാ. ഏതായാലും തെറ്റിയതവർ ശിക്ഷിക്കപ്പെട്ടല്ലോ. വിനീതയുടെ ആത്മാവിനെങ്കിലും മനഃശാന്തി കിട്ടിയിട്ടുണ്ടാവും. അതിനൊക്കെ പകരം തരാനായി എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ശരി, നിങ്ങൾ വന്നട്ടെ. അങ്ങനെ ആ കേസ് അവസാനിച്ചു. വിനോദിന്റെയും കുടുംബത്തിന്റെയും നഷ്ടം ആർക്കും നികത്താൻ പറ്റില്ല. പക്ഷേ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ പറ്റിയെന്നൊരു സമാധാനെങ്കിലും ഉണ്ടാവും. അതെ, മെയിനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. നമ്മൾ പല കേസുകളും പെട്ടെന്ന് പരിഹരിക്കുന്നുണ്ടെങ്കിലും മേനോന് മാത്രം നമുക്ക് കൈ കിട്ടുന്നില്ല. അയാള് നമ്മളെക്കാളും വേഗത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാവും അങ്ങനെ. അതല്ല കിരൺ, അയാൾ എപ്പോഴും മുഖംമൂടിക്കുള്ളില. അയാളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അറിയാവുന്നവര് പറയാനും തയ്യാറാവുന്നില്ല. അതാണ് അയാളുടെ വിജയം. ഒരിക്കലെങ്കിലും ആ മുഖംമൂടിക്ക് പിന്നിൽ നിന്ന് അയാളെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ച അയാളെ പിടിക്കാൻ എളുപ്പം. അങ്ങനെയാണെങ്കിൽ മേനോനെ പുറത്തു കൊണ്ടുവരാനുള്ള വഴികൾ നമുക്ക് നോക്കാം. അതെ.